നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇത് നീ നടത്തുന്ന ഹോട്ടലിന്റെ നവീകരണത്തിന്റെ ബ്ലൂ പ്രിന്റാ, വിഷ്ണു ലോകത്തിന്റെ. ഇതനുസരിച്ച് ഈ ഹോട്ടലിന്റെ ബിസിനസ് ഇനി നടക്കാൻ പോകുന്നത്. അതിൽ നിനക്കൊരു താല്പര്യമില്ലേ? അതൊക്കെ നോക്കാൻ രോഹിത്തില്ലേ? എന്നാ ഞാൻ ഇറങ്ങട്ടെ സത്യമ്മേ. സമയത്ത് ഞാൻ ചെന്നില്ലെങ്കിൽ സ്റ്റാഫ് എല്ലാം ഉഴപ്പും. പോയിട്ട് വാ. മിടുക്കനാ. അവൻ വന്നതിന് ശേഷമല്ലേ നമ്മുടെ ഹോട്ടലിൽ മെച്ചപ്പെട്ടത്. പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങി. ഒരു ഷൂ ഷോറൂം തുടങ്ങാനുള്ള പ്ലാനും അവന്റെ ആയിരുന്നല്ലോ. അതും പച്ച പിടിച്ചു. ആമ്പിള്ളേരായാൽ അങ്ങനെ വേണം. അല്ലാതെ ഒരു പെണ്ണിനെ ഓർത്ത് കണ്ണീരൊലിപ്പിച്ച് നിരാശാകാമുകന്റെ വേഷം കിട്ടി നടക്കുകയല്ല വേണ്ടത്. ഭാമേ, വെറുതെ എന്തിനാ? വെറുതെ അല്ല രാഘവേട്ട. ഈ വീട്ടിൽ ആരാ ചത്തത്? അതിന് എനിക്ക് ഇപ്പൊ മറുപടി കിട്ടണം. ചത്തെങ്കിൽ തന്നെ അതിന് ദുഃഖാചരണത്തിന് ഒരു പരിധിയില്ലേ? 6 വർഷം, നീണ്ട 6 വർഷമായി ഇവനൊന്ന് ചിരിച്ചു കണ്ടിട്ട്. ബിസിനസ്സിലോ പണം പിരിക്കാനോ ഒന്നിലും ഒരു താല്പര്യമില്ല. ഒരു സിനിമ കാണണ്ട, പാട്ട് കേൾക്കണ്ട. അതിന് മാത്രം ഇവിടെ എന്താ സംഭവിച്ചതെന്ന് എനിക്ക് അറിയില്ല. എന്നൊന്ന് വെറുതെ വിടുന്നേ. അങ്ങനെ വിടാൻ പറ്റില്ല വിഷ്ണു. സാധാരണ മനുഷ്യനെ പോലെ ജീവിക്കണം നീ. അല്ല, ഇനിയിപ്പോ ഒരു കൂട്ടില്ലാത്താണ് നിന്റെ സങ്കടമെങ്കിൽ അതിനുവേണ്ടിയല്ലേ കല്യാണം ആലോചിച്ചത്. അപ്പൊ നിനക്കത് വേണ്ട. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് നീ തന്നെ പറ. അമ്മ ഇനിയൊന്നും ചെയ്യണ്ട. ചെയ്യാനുള്ളതൊക്കെ ചെയ്തു കഴിഞ്ഞല്ലോ. രാഘവിട്ട, ഞാൻ എന്തോ മഹാപാതകം ചെയ്ത പോലെ ഉണ്ടല്ലോ ഇവന്റെ സംസാരം കേട്ടാൽ. പാതകം തന്നെയാണ് അമ്മേ. അത് ചെയ്തത് അമ്മയും. അമ്മ ചോദിച്ചില്ല ഇവിടെ ആരാ മരിച്ചെന്ന്. ഒരുപാട് പേര് മരിച്ചമ്മേ, ഒരുപാട് പേര്. എന്റെ മനസ്സിലെ സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങൾ, പ്രതീക്ഷകൾ, നല്ലതായിട്ട് എന്തൊക്കെ ഉണ്ടായിരുന്നോ അതെല്ലാം. ഓ, ശാലിനി പോയതോടെ നിന്റെ മനസ്സിലെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഒക്കെ മണ്ണടിഞ്ഞെങ്കിലേ അത് നന്നായി അങ്ങ് വെട്ടി മൂടിക്കും. ആ കുഴിമാടത്തിന് മുകളിൽ ഒരു റോസാക്കമ്പ് നട്ടിട്ട് അതിൽ വിരിയുന്ന പൂക്കളെ കണ്ട് സന്തോഷിച്ചോളാം ഈ സത്യഭാമ. ഭാമേ, അതെ രാഘവേട്ട, അവളുടെ പേര് നീ വീട്ടിൽ കേട്ടുപോയരുത്. ഒരു ശാലിനി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. തീ ആളിക്കത്തുന്നത് എന്ത് രസല്ലേ. എല്ലാത്തിനെയും കത്തിച്ചില്ലാതാക്കാൻ ശേഷിയുള്ള തീ, എല്ലാവരെയും പൊള്ളിക്കുന്ന തീ. പിടിക്കാൻ പെൺകുട്ടികളുണ്ടെങ്കിലേ വീഴുന്നത് ആൺകുട്ടികൾക്കൊരു ഹരമാണ്. ഉറങ്ങിയില്ലേ? നോർമലി നിത്യയെ പോലെ അച്ചടക്കമുള്ള കുട്ടികള് നേരത്തെ ഉറങ്ങുന്നവരായിരിക്കുമല്ലോ. ഞാൻ നേരെ തിരിച്ച. ഉണ്ണുന്നതിനൊരു നേരം, ഉറങ്ങുന്നതിനൊരു നേരം, അങ്ങനെയൊന്നുമില്ല. എല്ലാം എനിക്ക് തോന്നുമ്പോഴാ. ഉറക്കം വന്നില്ല, അതാ. വീട് മാറി കിടക്കുന്നതിന്റെ. പൊതുവെ ഞാനും അച്ഛനും ഒരിടത്തും പോവാറില്ല. ചിലപ്പോ അതുകൊണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ കല്യാണം കഴിക്കുമ്പോ വല്ലാണ്ട് ബുദ്ധിമുട്ടേണ്ടി വരുമല്ലോ.
ഇതെന്താ കവിതയാണോ? എഴുതൂ നിത്യ. കവിതയാണ്, പക്ഷേ ഞാൻ എഴുതിയതല്ല. പിന്നെ ആരോ ഒരാള്. സത്യം പറഞ്ഞ ഇതെങ്ങനെ എന്റെ അടുത്തേക്ക് വന്നെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഒരു ദിവസം സാധനങ്ങൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച് വീട്ടിലെത്തുമ്പോ അതിലുണ്ടായിരുന്നതാ ഈ കവിത. അതുകൊള്ളാലോ, കവിത കിട്ടുന്ന മാർക്കറ്റോ? സത്യം. പക്ഷേ പിന്നെ എനിക്ക് തോന്നി ഈ വരികള് എന്റെ അടുത്തേക്ക് തന്നെ വരേണ്ടതാണെന്ന്. കാര്യം എന്താണെന്നറിയോ, എന്റെ മനസ്സിൽ എന്തെങ്കിലും സങ്കടം തട്ടിയ ഞാൻ ആദ്യം അമ്മയെ കുറിച്ച് ഓർക്കുക. അമ്മയുടെ പഴയൊരു ഫോട്ടോ ഉണ്ട്, അതെടുത്ത് കയ്യിൽ പിടിക്കും. പക്ഷെ ഇപ്പോ അതിൽ ചെറിയൊരു വ്യത്യാസം. വല്ലാത്ത സങ്കടം തോന്നുമ്പോ ഇതെടുത്ത് നിവർത്തി വെറുതെ കണ്ണടച്ചിരിക്കും. ഞാൻ വായിച്ചിട്ടുള്ളതാ, എനിക്ക് കാണാപ്പാടാ. എന്നാലും ഈ വരികൾ പതുക്കെ പതുക്കെ എന്നെ ആശ്വസിപ്പിക്കുന്നതായിട്ട് തോന്നും, ഒരു മയിൽപ്പീലി കൊണ്ട് തടവുന്നത് പോലെ. പറഞ്ഞു പറഞ്ഞ് നിത്യം നല്ല കവിയാകുന്ന ലക്ഷണം ഉണ്ടല്ലോ. സാറൊന്ന് വായിച്ചു നോക്ക്. ദാ. അയ്യോ, എനിക്ക് വേണ്ട. ഒന്നാമത്തെ കാര്യം, ഈ കവികളുടെ ഭാഷ എനിക്ക് മനസ്സിലാവേയില്ല. പിന്നെ എനിക്ക് തോന്നിയത് എന്തെങ്കിലും പറഞ്ഞാലേ നിത്യക്ക് എന്നെ കുറിച്ച് എന്താ തോന്നുക? ഈ കഴുതയോടാണല്ലോ ഞാൻ ഇത്രയും കാലം സംസാരിച്ചെന്ന്. എന്തായാലും വേണ്ട. ആ പിന്നെ നിത്യ, നാളെ നമുക്കൊന്ന് പുറത്തു പോണം. എവിടേക്കാ? എന്ത് ചോദ്യാടോ? സമപ്രായക്കാരായ 2 പെൺകുട്ടികൾക്ക് പോകാൻ എത്രയോ സ്ഥലങ്ങളുണ്ട്. അതൊക്കെ ഞാൻ കൊണ്ടുപോയിക്കോളാം. എനിക്ക് തന്നോട് സീരിയസ് ആയിട്ട് കുറച്ച് സംസാരിക്കാനുണ്ട്. സീരിയസ് ആയിട്ടോ? ഉണ്ട്, എന്നാലും അത് ഞാനിപ്പോ പറയുന്നില്ല. സാറാ, എനിക്കിങ്ങനെ മനസ്സിലെന്തെങ്കിലും കിടന്നാ ഉറക്കം കിട്ടില്ല. അതുകൊണ്ട് പറഞ്ഞിട്ട് പോ. പറയുന്ന കാര്യത്തിന്റെ ഗൗരവം അനുസരിച്ച് ഒരു രാത്രിയിലത്തെ താമസമൊക്കെ ആവാം. ഞാൻ വെറുതെ തമാശക്ക് പറഞ്ഞാടോ. നാളെ എന്തായാലും നമ്മൾ ഇറങ്ങും. എന്നിട്ട് നിത്യ തീരുമാനിച്ചാൽ മതി ഞാൻ പറയുന്ന കാര്യങ്ങള് സീരിയസ് ആണോ അല്ലേന്ന്. എന്നാ നീ ലേറ്റ് ആക്കണ്ട. കവിത പറയണ ഇപ്പൊ നിർത്തോ അതോ നേരം വെളുക്കുന്നവരുണ്ടാവോ? ഞാനിത് മടക്കി. എന്നാ ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ നല്ലൊരു കാര്യം പറയാനാ വന്നത്. എന്നാ പറ. അത് മറ്റൊന്നുമല്ല, സച്ചിയുടെ അർച്ചനയുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പൊ ഇത്രയും നാളായില്ലേ. ഇതുവരെ അർച്ചന ഗർഭിണിയാവാത്തതുകൊണ്ട് സച്ചി അർച്ചനയും ഒരു ചെക്കപ്പ് നടത്തുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. മറ്റെങ്ങും പോണ്ടല്ലോ, സന്ധ്യയുടെ ഹോസ്പിറ്റലിൽ തന്നെ ഒരു ചെക്കപ്പ് നടത്തേണ്ട കാര്യമല്ലേ ഉള്ളൂ. ഇന്ന് എന്റെ ഭാര്യ പറയുന്ന രണ്ടാമത്തെ ഗുണമുള്ള കാര്യം. സച്ചി, അത് നല്ലതാ. നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു ദിവസം ഹോസ്പിറ്റലിൽ പോ. എന്തെങ്കിലും ചെറിയ തടസ്സം ഉണ്ടെങ്കിൽ മിടുക്കിയായ ഒരു ഡോക്ടറല്ലേ നമുക്ക്. എല്ലാ സന്ധ്യ നോക്കിക്കോളൂ, അല്ലേ ഡോക്ടർ? അതെ അതെ. ഉടനെ ഒരു ദിവസം സച്ചി അർച്ചനയും അങ്ങോട്ട് വരും മോളെ. എന്നാ ഞാൻ ഇറങ്ങട്ടെ അച്ഛാ, പേഷ്യൻസ് വെയിറ്റിംഗ്. ശരി ശരി. സന്ധ്യ, അർച്ചന ഗർഭിണിയല്ലാത്തതിന് അവരൊക്കെ വിഷമിക്കുന്നത് മനസ്സിലാക്കാം. അത് നോക്കാൻ വന്ന ഡോക്ടർ എന്തിനാ ഇത്രയും വിഷമിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിപ്പോ അർച്ചനേക്കാളും വിഷമം നിനക്കാണല്ലോ.
ഇത്രയ്ക്കും തരംതാണ് കളി കളിക്കാൻ നിന്നെ കൊണ്ടേ പറ്റുമോ അവന്തികെ? എന്നാലും ഇതിത്തിരി കടന്നുപോയി. നീയൊക്കെ എന്നെ കൊണ്ട് കളിപ്പിച്ചതല്ലേ ഇത്? നീയും അർച്ചന എന്ത് കരുതി? എന്നെ ഈ മതിൽക്കെട്ടിനകത്ത് തളച്ചിട്ടാ ഞാനിവിടെ കുടുംബിനിയായിട്ട് കഴിഞ്ഞോളുന്നോ? നിനക്കൊക്കെയുള്ള പണി ഈ വീടിനകത്തിട്ട് തരാൻ അവന്തികയ്ക്ക് മിടുക്കുള്ളപ്പോ ഞാനെന്തിനാ പുറത്തു പോന്നേ? ഇതോടെ എല്ലാം തീർന്നു എന്നാണോ നീ കരുതുന്നേ? ഇപ്പൊ അകത്ത് കണ്ടതേ ട്രെയിലർ മാത്ര. മുഴുവൻ പടം ഞാൻ റിലീസ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അത് കഴിയുമ്പോ നെല്ലിശ്ശേരി വീടിനകം ഒരു മരണ വീട് പോലെയാവും. നിന്നെ കൊണ്ട് തന്നെ ഞാൻ സത്യം പറയിപ്പിക്കും. അവന്തികയെ പൂട്ടാൻ നീ അർച്ചനയ്ക്ക് ഉപദേശം കൊടുക്കുന്ന നിന്റെ ആ നാവുണ്ടല്ലോ, അതുകൊണ്ട് നീ തന്നെ പറയും അർച്ചനയ്ക്കൊരു കുഞ്ഞുണ്ടാവില്ലാന്ന്. ഈശ്വരന് പോലും തിരുത്താൻ കഴിയാത്ത ആ സത്യം കേട്ട് ഇവിടുത്തെ ഓരോരുത്തരും തകർന്നു നിൽക്കുന്നത് എനിക്ക് കാണണം. അർച്ചനയുടെ ഇനി ഒരിക്കലും തോരാത്ത കണ്ണീരാ നാട് വിട്ടുപോയ എന്റെ ഭർത്താവിനെ തിരിച്ചു കൊണ്ടുവന്നതിന്റെ സന്തോഷത്തിൽ ഭാര്യയായ ഞാൻ അർച്ചനയ്ക്ക് കൊടുക്കാൻ പോകുന്ന പാരിതോഷികം. നിനക്കുള്ളത് വഴിയേ പണി ഞാൻ തരുന്നുണ്ട് സന്ധ്യ ഡോക്ടറെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആളുവിനെ എനിക്ക് തിരിച്ചു തരണേ ഭഗവാനെ. ജീവിതത്തിൽ എന്നും നീ എന്നെ പരീക്ഷിച്ചിട്ടേ ഉള്ളൂ. ഇപ്പൊ എന്റെ കുഞ്ഞിനെ കൂടി എന്നിൽ നിന്ന് അടർത്തിയെടുക്കരുത്. എനിക്ക് എന്റെ കുഞ്ഞിനെ തിരിച്ചു തരണം. ശ്രീ മഹേശ്വര, എന്തിനാ ഞങ്ങൾ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? മാളു ഇതെവിടെയാ? മാളു മോളെ, മാളു, 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 മാളു. ഓ ഇല്ലല്ലേ, അത് ശരി. എന്തേലും വിവരം അറിഞ്ഞാൽ ഉടനെ വിളിക്കണം. ശരി, ഓക്കെ. എന്തായി മോനെ? മാളുവിനെ കുറിച്ച് ഒരു അറിവില്ല. പോലീസ് എല്ലാവരും എല്ലായിടത്തും അന്വേഷിക്കുന്നുണ്ട്. രാത്രി മുഴുവൻ തെരഞ്ഞിട്ടും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഇനി എന്ത് ചെയ്യും? നമ്മളൊരു നല്ല കാര്യത്തിന് വേണ്ടി എങ്ങനെയൊക്കെ ചെയ്തത്, അവസാനം ഇതുപോലൊരു അവസ്ഥ ഉണ്ടാവുമെന്ന് കരുതിയില്ലല്ലോ. അമ്മയുടെ അശ്രദ്ധയാണ് എല്ലാത്തിനും കാരണം. ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ലല്ലോ. ഇനി അങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം?
കുഞ്ഞിന് എന്തെങ്കിലും പറ്റി അതോടെല്ലാം കഴിഞ്ഞു. ആവശ്യമില്ലാത്തതൊന്നും പറയല്ലേ ഗോകുൽ. ഞാൻ പറയുന്നതാണ് പ്രശ്നം. എന്നാലും മാളു ഇത് എങ്ങോട്ട് പോയെന്നാ ഞാൻ ആലോചിക്കുന്നത്. ഇനി കുട്ടികളെ പിടിക്കുന്ന ആൾക്കാരോ മറ്റോ? എനിക്കറിയില്ല. ആകെ ഞാൻ ടെൻഷനായി. ഭഗവാനെ, കുഞ്ഞിനൊരു ആപത്ത് വരാതെ രക്ഷിക്കണേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മാളു ഇതിന്റെ ഉള്ളിലുണ്ട്. അച്ഛനിവിടെ ഉണ്ട്. മോള് പേടിക്കണ്ട. മാളു, മഹേട്ടാ, നമ്മുടെ മാളു. മാളു, മാളു, മോളെ നീ പേടിക്കണ്ട. നീ എന്ത് വിവരക്കാണ് കാണിക്കുന്നത്? എന്റെ കുഞ്ഞിനെ രക്ഷിക്കണം മഹേട്ടാ. മാളു, ചാടരുത്, അത് അപകടമാ. അതുകൊണ്ട് മോളെ രക്ഷിക്കാൻ സാധിക്കില്ല. നീ ഇവിടെ അപകടത്തിലാവും ചെയ്യും. മാളു, പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? മാളു, പോലീസിന് വിവരം അറിയിക്കാം. പോലീസും ഫയർഫോഴ്സും വരാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ വിചാരിക്കുന്നതിലും ആഴം ഉണ്ടാകുന്നതിന്. വേഗം വിളിക്കും മഹേട്ടാ. മാളു, മാളു, നീ പേടിക്കണ്ട, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. പേടിക്കണ്ട മോളെ, എന്റെ പൊന്നുമോള് പേടിക്കരുത്. മാളു, മാളു മോളെ, മോളെ പേടിക്കണ്ട. മാളു, മാളു. ശരി സർ, ഓക്കെ. അമ്മയുടെ ഫോൺ റിങ് ചെയ്യുന്നു. ഹലോ മഹി, എന്തായി? അമ്മേ, മാളിവിടെ ഒരു കാടിനുള്ളിൽ കിണറ് പോലുള്ള ഒരു കുഴിയിൽ വീണ് കിടക്കുക. അയ്യോ, ആഴം കൂടുതലുള്ള സ്ഥലമാണ്. പെട്ടെന്ന് ഇറങ്ങിയെടുക്കാൻ സാധിക്കില്ല. പോലീസിൽ വിവരം അറിയിച്ചു. അവർ വന്നോണ്ടിരിക്കുക. ശരി, ഞങ്ങൾ ഉടനെ അങ്ങോട്ടേക്ക് എത്താം. സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞേ? അമ്മേ, ഞാൻ ലൊക്കേഷൻ അയച്ചേക്കാം. ശരി മോനെ. എന്താ അമ്മേ? മാളു ഒരു കിണറ്റിൽ വീണ് കിടക്കുകയാണെന്ന്. കിണറ്റിലോ? അതെ. അതെങ്ങനെ? അതൊന്നും അറിയില്ല. കാട്ടിനുള്ളിലെ കിണറ്റിലാണെന്നാ പറഞ്ഞേ. വല്ല പൊട്ടക്കിണറ്റിലും ആയിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അതിന്റെ ഒന്നും ആവശ്യമില്ല അമ്മു. അച്ഛന്റെ വകയിലൊരു ബന്ധുവായിട്ടുള്ളൂ. അച്ഛൻ പോയ ശേഷം എന്നെ പറ്റി ഒന്ന് അന്വേഷിക്കാൻ പോലും വരാത്ത ആളുകളാ. പിന്നൊന്ന് സഹായിക്കണമെന്ന് പറഞ്ഞു വിളിച്ചാ പോവാതിരിക്കാൻ പറ്റുമോ? മുത്തശ്ശി മരിച്ച അന്നേ ദിവസമായിരുന്നു സർജറി. എന്റെ ശരീരവും മനസ്സും അവിടെ തന്നെയായിരുന്നു. അതൊക്കെ കഴിഞ്ഞില്ലേ? രാജുയുടെ ഹോസ്പിറ്റലിൽ നിന്ന്
ഇപ്പൊ ഇങ്ങോട്ട് വരണ്ട. ആ നോക്കട്ടെ, ചിലപ്പോ ഞാൻ നാളെ തന്നെ വണ്ടി കയറും. ഉം. നാട്ടിൽ നിന്ന് ഒരാൾ വന്നിട്ടുണ്ട്. ഒന്നും വേണ്ട മാഡം, ഒരു നിരാഹാര സമരം കഴിഞ്ഞുള്ള വരവാ. പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം സന്തോഷ് കടച്ചാക്കുഴിയാ ഇവിടെ വന്ന് മാഡത്തിനെ ഒന്ന് കാണുമെന്ന് പറഞ്ഞത്. മംഗലശ്ശേരി ബിസിനസ് ഗ്രൂപ്പ്സിലെ തൊഴിലാളികളിൽ 75% ദിനകരന്റെ പാർട്ടി യൂണിയനിൽപ്പെട്ടവരാണെന്ന് എനിക്കറിയാം. 75% അല്ല മാഡം, 90% പേരും എന്റെ യൂണിയനിൽപ്പെട്ടവരാ. മാഡം എന്നെ വിളിപ്പിച്ച കാര്യം പറഞ്ഞില്ല. അവിടെ നടക്കുന്ന പ്രശ്നങ്ങളെപ്പറ്റി ദിനകരൻ അറിയാലോ. തൊഴിലാളികളുടെ ശമ്പളം മുടങ്ങിയിട്ട് 2 മാസമായി. വേതന വർധനവ് കഴിഞ്ഞ വർഷം കമ്പനി ഓഫർ ചെയ്തിട്ട് ഈ വർഷവും അത് നടന്നില്ല. തൊഴിലാളികൾക്ക് അവകാശപ്പെട്ട ആനുകൂല്യങ്ങൾ വാങ്ങിക്കൊടുക്കേണ്ട ഉത്തരവാദിത്വം ദിനകരന്റെ യൂണിയനില്ലേ? ഈ വിഷയം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. പക്ഷേ തൊഴിലാളികൾക്ക് മാനേജ്മെന്റിലുള്ള വിശ്വാസം വലുതാണ്. ഞങ്ങൾ ഇടപെടാൻ ശ്രമിച്ചിട്ടും അവരതിന് വിമുഖത കാണിക്കുകയാണ്. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി അതല്ല. ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന ഒരു ബോംബായി അത് മാറിക്കഴിഞ്ഞു. അപ്പോ മാഡം ഈ വിഷയത്തിൽ ഇടപെടാൻ എന്താ കാരണം? എനിക്ക് ആ കമ്പനിയിൽ താല്പര്യമുള്ളതുകൊണ്ട്. മനസ്സിലായില്ലല്ലേ? പറയാം. മംഗലശ്ശേരി ഗ്രൂപ്പിന്റെ 25% ഷെയർ എന്റെ കയ്യില്. സഞ്ജു ഇപ്പൊ കടുത്ത കടഭീഷണിയിലും. ഏത് നിമിഷവും മംഗലശ്ശേരി ഗ്രൂപ്പും വീടും ബാങ്കുകാർ ജപ്തി ചെയ്യും. പിന്നെ ഇങ്ങനെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകും. തൊഴിലാളികൾ പെരുവഴിയിലാവാൻ പോവാ. എന്തൊക്കെയോ നിയമ നടപടികൾ കമ്പനി നേരിടുന്നുണ്ടെന്ന് യൂണിയൻ സെക്രട്ടറി അറിയിച്ചിരുന്നു. പക്ഷേ പ്രശ്നം ഇത്ര ഗുരുതരമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. സഞ്ജു എല്ലാം മൂടി വെക്കാനുള്ള ശ്രമത്തില് ആരെയൊക്കെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ടൊന്നും കോടികളുടെ ബാധ്യത മറികടക്കാനാവില്ല. ഈ സമയം തൊഴിലാളികൾ പണിമുടക്കിയാൽ മാനേജ്മെന്റിന് കമ്പനി മറ്റാർക്കെങ്കിലും കൈമാറേണ്ടി വരും. അതിന് ദിനകരന്റെ ഭാഗത്തു നിന്ന് നീക്കം ഉണ്ടാവണം. കമ്പനി വാങ്ങാൻ ഞാൻ തയ്യാറാ. ദിനകരൻ അതിന് മധ്യസ്ഥത കൂടി വഹിച്ചാൽ എല്ലാത്തിനുമുള്ള പ്രതിഫലമായി 50 ലക്ഷം രൂപ ഞാൻ തരും. എന്ത് പറയുന്നു? തൊഴിലാളികൾക്ക് പണിയില്ലാതാകരുതെന്ന ഉദ്ദേശമേ എനിക്കുള്ളൂ. പക്ഷേ തരാമെന്ന് പറഞ്ഞ തുക അല്പം കൂട്ടേണ്ടി വരും. സമ്മതം. ആദ്യം സ്ട്രൈക്ക് തുടങ്ങട്ടെ. അഡ്വാൻസായി 20 ലക്ഷം രൂപ ഞാൻ തരും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വേദനിച്ചോ ചേച്ചി? ഞാൻ പറഞ്ഞത് സത്യമാ. നിന്നെ ഞാൻ ഒരിടത്തും വിടില്ല. എന്നും എന്റെ അനിയത്തിയായി നീ എന്റെ കൂടെ ഉണ്ടാവും. ചേച്ചിക്ക് എന്ത് പറ്റി? നീ എന്നോട് ക്ഷമിക്കാമോ? നീയും സഞ്ജു എന്നെ ചതിച്ചെന്നൊരു തോന്നൽ എന്റെ മനസ്സിലുണ്ടായിപ്പോയി. എനിക്കെന്നല്ല, ഏത് പെണ്ണിനും അതുണ്ടാവും. നീ ആ സത്യം പറയാത്തതിലല്ല, സഞ്ജു എന്നിൽ നിന്നത് മറച്ചതില എനിക്ക് വേദന ഉണ്ടായത്. ഡിവോഴ്സിലേക്ക് പോകാൻ തീരുമാനിച്ചതും അതുകൊണ്ട്. പക്ഷെ എനിക്ക് സഞ്ജുവിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. മറ്റുള്ളവരെ സഹായിക്കാൻ എന്തവസരം കിട്ടിയാലും സഞ്ജു അത് വേണ്ടെന്ന് വെക്കില്ല.
ജീവൻ കൊടുത്ത് മറ്റുള്ളവരെ സഹായിക്കാന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സഞ്ജു ജീവിതത്തിൽ അത് കാണിച്ചു തന്നു. നിന്നെ ആ അപകടത്തിൽ നിന്ന് രക്ഷിച്ചതിലൂടെ. എനിക്ക് ഇതൊക്കെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. ചേച്ചി എന്നെ വെറുത്താലും അദ്ദേഹത്തെ വെറുക്കരുതെന്നൊരു പ്രാർത്ഥന എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ രണ്ടുപേരെയും വെറുത്താ പിന്നെ ഞാൻ ആരായി? എന്നോളം ദുഷ്ടയായ മറ്റൊരാള് പിന്നെ ഈ ലോകത്തുണ്ടാവോ? നിന്നോളം മനഃശുദ്ധിയുള്ള ഒരു അനിയത്തെ വേണ്ടെന്ന് വെച്ചാ പിന്നെ ഞാനൊരു വിഡ്ഢിയായി തീരില്ലേ? പെട്ടെന്ന് ചേച്ചിക്ക് എന്താ ഇങ്ങനൊരു മാറ്റം ഉണ്ടായെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കവിത ചേച്ചിയുടെ കൈകൊണ്ട് മരിച്ചു പോയെങ്കിൽ എന്ന് വരെ ഞാൻ ആഗ്രഹിച്ചു പോയി. സ്നേഹിച്ചവരെ തിരസ്കരിക്കുന്നതിനോളം വലിയ ശിക്ഷ ഈ ലോകത്തില്ലെന്ന് വിശ്വസിക്കുന്നവളാ ഞാൻ. സ്നേഹം കൊടുത്താൽ അത് തിരിച്ചു കിട്ടണമെന്ന് വാശിയൊന്നും എനിക്കില്ല. എന്റെ അനുഭവങ്ങൾ ഇന്നും അതായിരുന്നു. സ്നേഹം എന്താണെന്നറിയാത്ത ഒരാൾക്ക് ഒരു സ്വപ്നത്തിൽ എന്ന പോലെ സ്നേഹം തന്നിട്ട് ഒരു നാള് ആ സ്ഥാനത്ത് വെറുപ്പായ സഹിക്കാൻ കഴിയില്ല. തിരിച്ചു കിട്ടുന്ന സ്നേഹത്തിന്റെ മാധുര്യം അറിഞ്ഞു പോയ പിന്നീടുള്ള ഒറ്റപ്പെടൽ മരണത്തെക്കാൾ കഠിനമാണ്. ഇനി ചേച്ചി ഒരിക്കലും നിന്നോട് കുത്തുവാക്കുകൾ പറയില്ല. എനിക്കത് ഉൾക്കൊള്ളാനായി. നിന്നെ രക്ഷിക്കാനാ സഞ്ജു ശ്രമിച്ചതെന്ന്, അതൊരു കല്യാണ നാടകം മാത്രമാണെന്ന്. വീണ്ടും നമ്മള് സ്നേഹിച്ചു തുടങ്ങുക. ചേച്ചി അനിയത്തിയായി. നീ ഇല്ലെങ്കിൽ എനിക്ക് എന്ത് വിലയാ ഉള്ളത്? ചേച്ചി ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ കോഫിയിൽ വിഷം ചേർക്കുന്നത് ഭാഗ്യത്തിന് ഞാൻ കണ്ടു. അതുകൊണ്ട് എനിക്കത് എടുത്തു മാറ്റാൻ സാധിച്ചു. നീ എന്തിനാ അതെടുത്ത് മാറ്റിയത്? എനിക്ക് ജയിലിൽ പോയിട്ട് വന്നാലും സാരമില്ലായിരുന്നു. അവള് ചാവണമായിരുന്നു. എനിക്ക് അവളെ കൊല്ലണമായിരുന്നു. അവളും വിനയും ഒരുമിച്ച് ജീവിക്കുന്നത് കണ്ടുകൊണ്ട് കഴിയുന്നതിനേക്കാൾ ഭേദം അവളെ കൊന്നിട്ട് ജയിലിൽ പോകുന്നത് തന്നെയായിരുന്നു. ഗാർഗി, നീ ചെയ്യുന്നത് അബദ്ധമാണ്. ഇല്ല പാർവതി, എന്റെ വിനയനെ എന്നിൽ നിന്ന് തട്ടിയെടുത്ത അവളെ ജീവനോടെ ഈ ഭൂമിയിൽ വെച്ചേക്കാൻ പാടില്ല. അവളെ കൊല്ലണം. കൊന്നേ തീരും. ഗാർഗി, നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? അതെ, എനിക്ക് ഭ്രാന്ത് തന്നെയാ. അവള് അറിയ എന്റെ മുന്നിൽ നിൽക്കുന്നിടത്തോളം കാലം എന്റെ ഭ്രാന്ത് കൂടി കൂടി വരും. ഗാർഗി, സ്വന്തം ഭർത്താവിനെ മറ്റൊരു സ്ത്രീ വശീകരിച്ചെടുത്താ അത് സഹിക്കാൻ ഒരു ഭാര്യയ്ക്കും സാധിക്കില്ല. അത് ശരി തന്നെയാ. സ്വാഭാവികമായും ആ സ്ത്രീയെ കൊല്ലാനുള്ള പകയും വാശിയൊക്കെ തോന്നുകയും ചെയ്യും. പക്ഷേ അത് തീർക്കുന്നതിനുള്ള വഴി കൊലപാതകമൊന്നുമല്ല. അത് വിഡ്ഢിത്തരമാണ്. മാത്രമല്ല മഹാപാപവുമാണ്. ഒരുപക്ഷെ കോടതിയിൽ നിന്നും ജയിലിൽ നിന്നും എല്ലാം നീ രക്ഷപ്പെടുമായിരിക്കും. പക്ഷേ ദൈവത്തിന്റെ കോടതിയിൽ നിന്നും നിനക്കൊരിക്കലും രക്ഷപ്പെടാനാവില്ല ഗാർഗി. പിന്നെ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? റീയും വിനയും തമ്മിലുള്ള ജീവിതത്തിന് എല്ലാ ആശീർവാദങ്ങളും ഒത്താശകളും നൽകി അവൾക്ക് പാദസേവയും ചെയ്ത് മിണ്ടാതെ എല്ലാം കണ്ടും കേട്ടും എന്റെ സങ്കടങ്ങൾ മുഴുവൻ ഉള്ളിലൊതുക്കി ഞാനിവിടെ കഴിയണോന്ന് അതാണോ നീ പറഞ്ഞു വരുന്നതിന്റെ സാരം? എന്ന് ഞാൻ പറയില്ല. സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി ഒരു നെരിപ്പോട് പോലെ ഒതുങ്ങി കഴിയേണ്ടവളല്ല സ്ത്രീ. പ്രതികരിക്കേണ്ടടുത്ത് അവൾ തീർച്ചയായും പ്രതികരിക്കണം. നേടേണ്ടത് അവൾ നേടിയെടുക്കണം. വിനയെ നീ ഒരിക്കലും റിയയ്ക്ക് വിട്ടുകൊടുക്കാൻ പാടില്ല. പറയാൻ എളുപ്പം, പക്ഷെ വിനയ് ഒരിക്കലും എന്റെ ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ ജീവിതം നശിച്ചു പാർവതി. എനിക്കത് നഷ്ടപ്പെട്ടു.
എനിക്ക് നഷ്ടപ്പെട്ട ജീവിതം ഒരിക്കലും ആ റിയയ്ക്ക് കിട്ടരുത്. അത് മാത്രം ഇപ്പൊ എന്റെ ചിന്ത. വിനയ് നിന്റെ ജീവിതത്തിലേക്ക് തിരികെ വന്ന നിന്റെ ഈ നിരാശയും പ്രയാസവും ഒക്കെ മാറുമല്ലോ. വിനയ് വരും. അവൻ ഇപ്പൊ എടുത്ത ഈ തീരുമാനം തെറ്റായി പോയെന്ന് തിരിച്ചറിഞ്ഞ് വിനയ് നിന്റെ അരികിലേക്ക് തന്നെ തിരിച്ചെത്തും. പക്ഷേ അതിനുവേണ്ടി നീ ക്ഷമയോടെ കാത്തിരിക്കണം. വിനയ് തിരികെ വരുമെങ്കിൽ അയാൾക്ക് വേണ്ടി എത്ര നാളെ കാത്തിരിക്കാനും ഞാൻ തയ്യാറാ. ഇത് വാക്കാണല്ലോ. വാക്ക്. എങ്കിൽ ബാക്കി കാര്യം ഞാൻ ഏറ്റു. പക്ഷെ റിയ അവള് എന്റെ മുമ്പിൽ അഹങ്കരിക്കുന്നത് എനിക്ക് സഹിക്കാനാവുന്നില്ല പാർവതി. അവളോട് നിനക്കുള്ള ദേഷ്യം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അവളുടെ കൊമ്പൊടിക്കണം. ആദ്യം അത് നടക്കണം. എങ്കിലേ എനിക്ക് ഇത്തിരിയെങ്കിലും സമാധാനം ഉണ്ടാവും. വഴിയുണ്ട്. എന്ത് വഴി? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. താങ്ക് യു. വരൂ. ഇപ്പൊ എല്ലാവർക്കും പാർവതി മതി. അവളെ സ്വീകരിച്ച് ആനയിക്കാനാണല്ലോ തിക്കും തിരക്കും. എന്നെ ആർക്കും വേണ്ട. ഇത് വെച്ചു പുലർത്താൻ പാടില്ല. ഇതിനൊരു അവസാനം ഉണ്ടാക്കണം. ഹരീഷ്, ഈ കണക്കുകളൊന്നും പൊരുത്തപ്പെടുന്നില്ലല്ലോ. ചില മിസ്റ്റേക്കുകൾ ഉണ്ടല്ലോ ഇതില്. അല്ല, നിങ്ങൾ ഇതൊന്നും ശ്രദ്ധിച്ചില്ലേ? ഞാൻ വെരിഫൈ ചെയ്തതാണ് മാഡം. എന്താ പാർവതി, എന്തുപറ്റി? ഇതില് ഓഫീസ് മെയിന്റനൻസിന് 2,24,00,000 രൂപ ചെലവായി എന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ എവിടെ അത് നടത്തിയത്? എന്ത് മെയിന്റനൻസാ ചെയ്തത്? ഞാൻ നോക്കിയിട്ട് ഇവിടെ അങ്ങനെ ഒരു പരിഷ്കാരവും നടത്തിയതായിട്ട് കാണുന്നുമില്ല. ഹരീഷ്, എനിക്കിതിന്റെ വിശദമായ കണക്കുകൾ കാണണം. ഇനി ഇതുപോലുള്ള ചെലവുകൾ ചെയ്താൽ അതിന്റെ വിശദമായ വിവരങ്ങൾ അടങ്ങിയ ഫയലുകൾ കൂടി അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടാവണം. മാഡം, ഇതെല്ലാം പ്രഭാവതി മാഡത്തിന്റെ മേൽനോട്ടത്തിലാണ് നടന്നത്. സോ ഇതിൽ തെറ്റുണ്ടാകാൻ വഴിയില്ല. ഞാനല്ലേ നിങ്ങളോട് പറഞ്ഞത് ഇതെല്ലാം ആരുടെ മേൽനോട്ടത്തിൽ നടന്നാലും ശരി, എനിക്ക് വ്യക്തമായ കണക്കുകൾ വേണം. ഇന്ന് വൈകുന്നേരം വരെ നിങ്ങൾക്ക് ഞാൻ സമയം തരും. അതിനുള്ളിൽ വിശദമായ സ്റ്റേറ്റ്മെന്റ്സ് എന്റെ മുമ്പിൽ എത്തിയിരിക്കണം. യെസ് മാഡം. ഞാനിത് നോക്കി നടത്തിയെന്നേ ഉള്ളൂ. ഒടുവില് പഴി മുഴുവൻ എന്റെ തലയെ ചുമത്തിയേക്കരുത്. ഞാനതിന് അമ്മയെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. അമ്മയുടെ പേര് വെറുതെ ഇതിൽ വലിച്ചേക്കണ്ട. അമ്മയുടെ കണ്ണു വെട്ടിച്ച് മറ്റാരെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്തായിരിക്കും. എന്ത് തന്നെ ആയാലും പണം പാഴാക്കാൻ പാടില്ല. എന്റെ കണ്ണ് വെട്ടിച്ച് അത് തട്ടിയെടുക്കാൻ ഞാൻ ആരെയും അനുവദിക്കുകയില്ല. ഹരീഷ്, ഞാൻ പറഞ്ഞത് ചെയ്യൂ. ആ ശരി മാഡം. കുറെ നാളുകൾക്ക് ശേഷം ഇവളിവിടെ വന്നത് എന്റെ കള്ളി വെളിച്ചത്താക്കാനാണോ?
ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ കരുതി അച്ഛനാവാൻ പോവാന്നറിയുമ്പോ അരുൺ സന്തോഷത്തോടെ എന്നെ കെട്ടിപ്പിടിക്കുമെന്ന്. ഐശ്വര്യ, നീ പ്രഗ്നന്റ് ആണെന്ന് ആരാ പറഞ്ഞ? അരുൺ കുറച്ചു ദിവസമായിട്ട് വല്ലാത്ത മനം പുരട്ടല്, ഛർദി. അമ്മയും അമൃതേർത്തിയും അപ്പോഴേ സംശയം പറഞ്ഞതാ. ഞാനത് കാര്യമാക്കിയില്ല. അതാ അരുണോട് പറയാതിരുന്നത്. പിന്നെ സംശയം തീർക്കാലോ എന്ന് കരുതി ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് നടത്തി. അപ്പോഴാ ഈ സന്തോഷ വാർത്ത അറിയുന്നേ. സ്കാനിംഗ് റിപ്പോർട്ട് കണ്ടിട്ട് അമ്മയ്ക്കും അമൃതേടത്തിക്കും എല്ലാവർക്കും സന്തോഷായി. അതിന്റെ മധുരവിതരണവും സന്തോഷമാ അരുൺ വന്നപ്പോ കണ്ടത്. അരുണിനോട് ഇക്കാര്യം ഞാൻ തന്നെ നേരിട്ട് പറഞ്ഞോളാന്ന് പറഞ്ഞിട്ടാ അപ്പോ അവരാരൊന്നും പറയാതിരുന്നേ. നമ്മുടെ രണ്ടാളുടെയും ജീവിതത്തില് ഏറ്റവും സന്തോഷമുള്ള കാര്യമല്ലേ ഇത്? അപ്പൊ ഇത് എനിക്ക് തന്നെ അച്ഛനാവാൻ പോകുന്ന ആളോട് നേരിട്ട് പറയണമെന്ന് കരുതി. ഇത് കേട്ടപ്പോ അരുണ് സന്തോഷായില്ലേ? അതെ. അരുണിന്റെ കുഞ്ഞ എന്റെ വയറ്റിൽ കിടക്കുന്നേ. അതറിഞ്ഞിട്ട് അരുൺ സ്നേഹത്തോടെ ഒന്നും പറഞ്ഞില്ല. ചേർത്ത് പിടിച്ച് ഒരു മുത്തം ഞാൻ പ്രതീക്ഷിച്ചു. ശരി, ഞാൻ വരാം. അങ്ങനെ വെറുതെ വിടില്ലാരോ. ഈ എല്ലാ ഗർഭവും വെച്ച് ഞാൻ നിന്നെ വട്ടം കറക്കും. അരുൺ ഒരച്ഛനാവാൻ പോവാ. ഒരു പുതിയ ആള് നമ്മുടെ ജീവിതത്തിൽ എത്താൻ പോവാരും. നമ്മുടെ പൊന്നോമന കുഞ്ഞ്. അരുൺ പറയൂ. സോറി സാർ, രാത്രി ബുദ്ധിമുട്ടിക്കേണ്ടി വന്നതിന്. സാരമില്ല, ഇത് ഞങ്ങളുടെ ജോലിയുടെ ഭാഗമല്ലേ. പറയൂ. അത് ഒരു പ്രോബ്ലം ഉണ്ട് സാർ. എന്താ, ഡിവോഴ്സ് നോട്ടീസ് കൊടുത്തപ്പോ ഐശ്വര്യ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? അല്ല സാർ, ഞാൻ ഡിവോഴ്സ് നോട്ടീസ് ഐശ്വര്യക്ക് കൊടുക്കാനിരുന്നതാ. അപ്പോഴാണ് അറിയുന്നത് ഐശ്വര്യ പ്രഗ്നന്റ് ആണെന്ന്. അതെയോ? ടെസ്റ്റ് റിപ്പോർട്ടെല്ലാം ഉണ്ട്. പ്രഗ്നന്റാ. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അയ്യോ അരുൺ, അത് പ്രശ്നമാണല്ലോ. പ്രത്യേകിച്ച് ഭാര്യ പ്രഗ്നന്റായ ഈ അവസ്ഥയിൽ ഡിവോഴ്സ് കിട്ടാൻ വലിയ പ്രയാസമാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്തായാലും എനിക്കിപ്പോഴാ സന്തോഷമായത്. ഐശ്വര്യടത്തിയും പ്രഗ്നന്റ് ആയല്ലോ. കുഞ്ഞേ വേണ്ടാന്ന് പറഞ്ഞ് നടന്നിരുന്ന ആൾ ഐശ്വര്യടത്തി. എനിക്കിപ്പോ സന്തോഷത്തെക്കാളേറെ ആശ്വാസം അതൊന്ന്. ഇനിയെങ്കിലും ഒരു അമ്മയാകുമ്പോൾ പോകുന്നതിന്റെ മഹത്വം ഐശ്വര്യടത്തി മനസ്സിലാക്കുമല്ലോ. അങ്ങനെയായ പിന്നെ മുന്നത്തെ പോലെ ഇനി ശ്യാമയെ ദ്രോഹിക്കാനായിട്ട് ശ്രമിക്കില്ല. അതുറപ്പല്ലേ? അത് ശരിയാ. ഇനി മുതൽ അമ്മയുടെ പല പല അവസ്ഥകളിലൂടെയാ ഐശ്വര്യടത്തിയും കടന്നു പോകാൻ പോകുന്നത്. ഇനി ഏത് നിമിഷവും തന്റെ കുഞ്ഞ്, വയറ്റിൽ അതിന്റെ ചലനങ്ങൾ, ആ പൊന്നോമന പിറക്കുന്നത്, ആ കുഞ്ഞിന്റെ കളിച്ചിരി, അങ്ങനെ ഓരോ സ്വപ്നങ്ങളായിരിക്കും ഐശ്വര്യടത്തിയുടെ മനസ്സിൽ. അപ്പൊ പിന്നെ ആരെയും ദ്രോഹിക്കാൻ സമയം കിട്ടില്ലല്ലോ.
അറിയട്ടെ, ഐശ്വര്യടുത്തി ഒരമ്മയുടെ വേദനയും സങ്കടവും പിന്നെ സന്തോഷവും എല്ലാം ശരിക്കും അറിയട്ടെ. അപ്പോ ഐശ്വര്യടുത്തേക്ക് തന്നെ പ്രഗ്നന്റ് ആയ എന്നോട് ചെയ്തത് ഏറ്റവും വലിയ ക്രൂരതയാണെന്ന് സ്വയം ബോധ്യായിക്കോളും. എന്തൊക്കെ സംഭവിച്ചാലും അങ്ങനെ ഒരു തോന്നൽ ഐശ്വര്യടുത്തേക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നില്ല. ഉണ്ടാവും, ഉറപ്പായിട്ടും ആ തോന്നലുണ്ടാവും, അതിൽ സംശയമില്ല. എന്റെ തന്നെ അവസ്ഥ ഇപ്പൊ അങ്ങനെയാ. എന്റെ മനസ്സിലിപ്പോ പാട്ടും കമ്പനി കാര്യങ്ങളും ഒന്നുമില്ല. വയറ്റിൽ കിടക്കുന്ന നമ്മുടെ കുഞ്ഞ്. അവൻ എപ്പോഴും എന്റെ മനസ്സിലിങ്ങനെ ഓടിക്കളിക്കുക, എന്നോട് കൊഞ്ചും ചിരിക്കും ഒക്കെ ചെയ്യാം. അമ്മയെന്ന് വിളിച്ച് എന്നെ നോക്കി പുഞ്ചിരിച്ചു നിൽക്കുന്ന ഒരു ഉണ്ണിക്കണ്ണന്റെ മുഖം എന്റെ മനസ്സിൽ എപ്പോഴും. ഓ, അങ്ങനെയാണോ കാര്യങ്ങള്? ശരിക്കും അതെ. പറഞ്ഞറിയിക്കാനാവാത്ത ഒരു വല്ലാത്ത ഫീലിലാണ് ഞാനിപ്പോ ഉള്ളത്. ആഹാ, ശരിയാണോടാ? അമ്മ പറഞ്ഞ ശരിയാണോ? പറയേ. നമ്മുടെ ഉണ്ണിക്കണ്ണനൊന്നും പറയുന്നില്ലല്ലോ. അവൻ മറുപടി പറയുന്നുണ്ട്, എനിക്കത് മനസ്സിലാവും. മറുപടി പറയുന്നോ? ഞാൻ കേൾക്കുന്നില്ലല്ലോ. ആ, അങ്ങനെ മാറി നിന്നാ എങ്ങനെ കേൾക്കുക? അവൻ മെല്ലെയാ പറയുന്നേ. അതെയോ? എന്നാലതറിയണല്ലോ. പറ മോനെ, കേക്കട്ടെ. ഒന്നും പറയുന്നില്ലല്ലോ. അതേ, അച്ഛനോട് അവൻ പിണക്കാ. അങ്ങനെയാണോ? ശരിക്കും പിണക്കാ. അവനോട് വർത്താനൊന്നും പറയുന്നില്ലല്ലോ, അതുകൊണ്ട്. എന്നാ നമുക്ക് ആ പിണക്കൊന്ന് തീർക്കണമല്ലോ. എങ്ങനെ? അതിന് വഴിയുണ്ട്. ഞാനേ എന്റെ മോന് ഒരു മുത്തം കൊടുക്കാൻ പോവാ. പിണക്കം തീർന്ന മോനെ? ഇപ്പൊ തീർന്നു അവൻ പറയാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മീനാക്ഷി, എന്തോ? കാർത്തിയേട്ടൻ എന്നെ വിളിച്ചോ? നീ എന്നെ ACP എന്നല്ലേ വിളിച്ചിരുന്നത്? അതെ. മേലിലും അങ്ങനെ തന്നെ വിളിച്ചാ മതി. ഈ ഏട്ട കുട്ടാന്നുള്ള വിളിയൊന്നും എനിക്ക് തീരെ ഇഷ്ടമല്ല. കുട്ടാന്ന് വിളിക്കാനോ? ഈ മുതലിനെയോ? മസിലെന്ന് വിളിക്കുന്നതാവും അതിലും നല്ലത്. നിന്റെ തമാശ കുറെ കൂടുന്നുണ്ട്. എന്റെ സ്വഭാവം മാറ്റരുത്, പറഞ്ഞേക്കാം. ഇടിമിന്നൽ, ദുർമരണം, ദുർമരണം. അയ്യോ, ACP, ഈ പാമ്പ്!
മീനാക്ഷി നീ എന്താണ് ഈ കാണിച്ചത്? പാമ്പ് എവിടെ? ദേ, അവിടെ. പാമ്പല്ല, ചേമ്പ. മനഃപൂർവ്വം എന്നെ തള്ളിയിട്ടിട്ട് എന്റെ മേത്തേക്ക് വീണല്ലേടി നീ. എന്റെ സ്നേഹം പിടിച്ചു പറ്റാനുള്ള ഓരോരോ തന്ത്രങ്ങളല്ലേടി നീ ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇങ്ങനെയുടെ മൊരടൻ സ്നേഹം ആർക്ക് വേണം? ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കുടുംബത്തിന്റെ ദോഷം മാറ്റാൻ വേണ്ടി മാത്രം ഞാൻ ഈ പൂജയ്ക്ക് സമ്മതിച്ചത്. മറ്റൊരർത്ഥവും നീ ഇതിനകത്ത് കാണണ്ട. എന്തർത്ഥം? സീരിയസ് ആയി ഞാനും പറയുന്നു. കുഞ്ഞിനെ നോക്കാന്ന് ഞാൻ ഏറ്റിട്ടുണ്ട്. അതിന് ശമ്പളം തരാന്നും പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ റൊമാൻറ്റിക് ആയി എന്നോട് എന്തെങ്കിലും സംസാരിച്ച ഈ മീനാക്ഷി ഭദ്രകാളിയാവും. പറഞ്ഞേക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ജന്മം തന്ന മാതാപിതാക്കളെ ഭാഗം വയ്ക്കുന്നവരെ എല്ലാത്തിനെയും സൃഷ്ടിച്ച ദൈവം അനുഗ്രഹിക്കുമോ സാവിത്രി? ഈ പൂജ അനുഗ്രഹപ്രദമായി മാറണമെങ്കിൽ ഈ അതിർത്തി കയറഴിച്ചു മാറ്റിയേ പറ്റൂ. ഈ പൂജ നടത്തേണ്ടതും അനുഗ്രഹപ്രദമാകേണ്ടതും എന്റെ ആവശ്യം. എന്നാ പിന്നെ അങ്ങ് സമ്മതിച്ചേക്കാം. എന്തു പറയുന്നു? ശരി ശരി, ഞാനായിട്ട് ഇതിന്റെ തടസ്സമൊന്നും പറയുന്നില്ല. അങ്ങനെ തന്നെ നടക്കട്ടെ. രാജലക്ഷ്മി, എനിക്ക് രാജലക്ഷ്മിയോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താ കൈമളേട്ടാ? ഞാൻ പറയുന്നത് കേട്ട് ഇവിടെ കൊലവിളി നടത്തുമൊന്നും വേണ്ട. ഇവിടെ ഒരു ദൈവീകാര്യം നടക്കുക. അതുകൊണ്ട് അവനെ ഞാൻ അകറ്റി നിർത്താൻ പാടില്ല. അവനെ കുടിഞ്ഞോട്ട് വിളിക്കണം. ആരെ? ജയരാമനെ. പറ്റില്ല. എന്റെ മരണം വരെ ഞാൻ അതിനെ അനുവദിക്കില്ല. ഇക്കാര്യത്തിൽ മാത്രം കൈമളേട്ടന്റെ അഭിപ്രായം ഞാൻ കേൾക്കില്ല. അത് ശരി, ഇതുവരെ റെഡി ആയിട്ടില്ല? ഞാൻ റെഡിയായി ACP. ഇതാണോ റെഡിയായത്? സാരി നന്നായിട്ട് ഉടുക്കാൻ അറിയില്ലേ? സാരി ഇങ്ങനെയല്ല ഉടുക്കേണ്ടത്. എന്നാ ACP ഒന്ന് ഉടുപ്പിച്ചു തരൂ. വാ. കൊള്ളാലോ. ഞാൻ കരുതിയതുപോലെ അല്ല, ആള് റൊമാൻറ്റിക് ആണ്. നന്നായിട്ടുണ്ട്. സാരി നന്നായിട്ടുണ്ടെന്നാ ഞാൻ പറഞ്ഞത്, അല്ലാതെ എന്നാലും ACPക്ക് പെട്ടെന്നാണല്ലോ മാറ്റം വന്നത്.
അതെന്താ കാര്യം? പൂജ തുടങ്ങുന്നതേ ഉള്ളൂ, അതിനു മുൻപേ മാറ്റമായോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.